ഹേ ഗേസ്, ഇന്ന് നമുക്കൊരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ? അർബൻ യോഗിന്റെ 3 in 1 ഹോട്ട് ഹെയർ വാഷ് ആണ്. സംഭവം ഒരു വൈറൽ പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ. ഇതിൽ നമുക്കൊരു ഹെയർ ഡ്രയറും പിന്നെ വോളിമൈസർ ഹെയർ സ്ട്രെയിറ്റ്നർ ആയിട്ടാണ് വരുന്നത്. വെറ്റ് ഹെയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ പെർഫെക്ഷനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ബോട്ടോക്സ് ആയിട്ടുള്ള ഹെയർ ആണ് കൂടിൻ്റെ സ്കാൽപ്പുള്ള ഹെയർ എപ്പോഴും കേളി ആയിട്ടുണ്ടാവുക. അപ്പം അതുകൂടെ ഒന്ന് സെറ്റ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് ഓർഡർ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണിത്. പക്ഷെ അടിപൊളിയാണ് ഗൈസ്. ഞാൻ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമുക്കിത് യൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര എളുപ്പമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് ലോ, മീഡിയം, ഹൈ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 80% ഹെയർ ഡ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ഞാനിത് ഓരോ പാർട്ടീഷനാക്കി വെക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിലെ ഹെയറൊക്കെ എടുത്ത് കെട്ടി വെച്ചിട്ട് ബാക്ക് സൈഡിലെ ഹെയർ ഫസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആഹ് ശരിക്കും നമുക്കിത് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കിത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലെ ഹെയറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം. ആഹ് ശരിക്കും 2 സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹെയർ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്കൊരു ബ്ലോ ഡ്രൈ ചെയ്തിട്ടുള്ളൊരു ഫീലാണ് ഇതിൽ കിട്ടുക. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഓരോ പാർട്ടീഷനാക്കി എടുത്തെടുത്ത് സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് ഗൈസ്. എപ്പോഴും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് എൻ്റെ ഈ ബേബി ഹെയർസ്. നമുക്ക് സ്ട്രെയിറ്റനർ ഉപയോഗിച്ചിട്ട് ആ ഒരു ബേബി ഹെയർസ് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്കിന്നിൽ പറ്റി സ്കിന്ന് ഡാമേജ് ആവും. പക്ഷേ ഈ ഒരു ഹെയർ ബ്രഷർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഡാമേജ് ആവുമെന്നുള്ള ഒരു വിഷയവും വരുന്നില്ല. കണ്ടോ എൻ്റെ ഹെയർ എത്ര പെട്ടെന്നാണ് സെറ്റായി വന്നിട്ടുള്ള. അടിപൊളിയാണ് ഗൈസ്. ഈ ബേബി ഹെയർസ് ഒക്കെ കൂടുതലുള്ള അവർക്കൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഈ ഒരു ബ്രഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നൊന്നും ഡാമേജ് ആക്കില്ല. ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ബ്രഷ് ആയിട്ടൊന്നും തോന്നില്ല. അത്രയും സോഫ്റ്റാണ്. ആ ഒരു ഹീറ്റ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ തട്ടാതെ അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക.